ആശാനെ, അടുത്ത മാസത്തെ കൂലിയോടെ ഈ മാസം കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നടക്കില്ല. ഈ കണ്ട കാടും മഴയെല്ലാം കയറി ഇറങ്ങി ഇത് പറിച്ച് ഉണക്കി ചന്തക്കട കൊടുക്കുമ്പോഴേ എനിക്കിട്ട് 600 രൂപ. അതിന് ഇവന് കൂലി കൊടുക്കണം, നിനക്ക് കൂലി തരണം, പുറകെ ചന്തയുടെ വാടകയും കൊടുക്കണം. പിന്നെ എൻ്റെ തന്നെ ഉണ്ട്. തലട്ടപ്പന്മാർ തുടങ്ങിയ പണിയാകണ്ട നമ്മൾ ഉദ്ദേശിക്കാത്ത. ആശാനെ, ഇതൊന്നും ചേട്ടാനോ? വേണ്ട, അങ്ങോട്ട് ഇടും. ഓട്ട നമുക്കതിന് വഴി ഉണ്ടാക്കാം കേട്ടോ, നീ വിഷമിക്കാൻ. ആശാനെ, നമ്മൾ ഏറോട്ടാ പോയത്. എവിടെ? നമ്മുടെ കണ്ണപ്പണൻ്റെ കൂടെ. പോവാതെ വേണ്ട. ആശാന്റെ പ്രശ്നം കണ്ണപ്പണൻ്റെ പ്രശ്നം ഞാൻ തീർത്ത് തരും. അതിനൊക്കെ അറിയാൻ വേണ്ടി കേട്ടോ. ആശാനെ, നമ്മൾ ചന്തം കൊണ്ട് വെക്കുമ്പോഴേ ഈ കൊമ്പക്കായ വേണം വല്ല നിർബന്ധമുണ്ടോ? എന്ത് തൊട്ടിൽ നമ്മൾ 600 രൂപ കിട്ടത്തുള്ളൂ. പിന്നെ പോയാൽ അപ്പൂട്ടാ എന്തോ നീ എത്രയാണ് എന്നോട് പണി തുടങ്ങിയിട്ട്? അച്ഛനെ 2-3 ദിവസമായി. അല്ല, ഞാൻ 10-15 കൊല്ലമായി പണി തുടങ്ങിയിട്ട്. ഞാൻ കൂടെ കയ്യിലോട്ട് വന്നിട്ട് ഞാൻ മരത്തോട്ട് കയറും. ആ കയറ ദൂഷിയാകടാ, അടക്കില്ല കേട്ടോ. നോക്കി ആശാനെ, അതിൽ കായലൊന്നുമില്ല ആശാനെ. ഉണക്കല്ലേ അത്രേ കാണത്തുള്ളൂ. 2 കായുണ്ടോ ആശാനെ? അങ്ങനത്തെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്റെ കാട്ടുവന്നവരാണോടെ? ആ, നിങ്ങളായിരുന്നു. ആ, രണ്ടുപേരും രാവിലെ തന്നെ തുടങ്ങിയ പണി. മീൻ പിടിക്കാൻ പോവാണ്. ഇവനിപ്പോ നിങ്ങളുടെ കൂടി 3-4 ദിവസമായി നമ്മുടെ വീട്ട്. ആ, അത് കൊള്ളാലോ. പോണോ? ഞങ്ങൾ പോയേക്കണ്ട. പിന്നെ കാണാം, പിന്നെ കാണാം. എന്നോട് പല ഭാഷ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിച്ചാത്തി എറിഞ്ഞ് പെറുക്കരുത്. എനിക്കത് എത്തത്തില്ല, അത് ഞാൻ അറിഞ്ഞേ. അങ്ങോട്ട് നീ പറ്റാ എടുത്തുന്നത്. ഓ, ഇവരെന്ത് പറഞ്ഞാലും തലക്കൂത്തല കാണിക്കു കൊടുക്കും. ആശാനെ, 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 വണ്ടിയൊന്നും കയറി വരത്തില്ലടാ. ഇല്ല സാറേ, ഇങ്ങോട്ട് വേണം നടന്നു വരണം സാറേ. നല്ല സ്ഥലത്തല്ലാണല്ലോ വന്ന് നിൽക്കുന്നത്. ഇവരൊക്കെ എൻ്റെ കാലിടെ തന്നെ കൊല്ലാനും ചാകാനായിട്ട് ഒതുക്കും. എന്താടും ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. ഇനി റിപ്പോർട്ടൊക്കെ കഴിയാൻ എൻ്റെ പരിപാടി കഴിഞ്ഞു. സാറേ, എസ്ഐയും ബാക്കി പോലീസുകാരൊക്കെ എന്ത് ചെയ്യും? ഇവിടെ ചാണിക്കാവ് വേല നടക്കുമല്ലേ, എസ്ഐയും പോലീസുകാരും അങ്ങോട്ട് പോയി. ഞാനായിരുന്നു ചീടി. മോള് വന്നതുകൊണ്ട് ഞാനീ പോകും. അതരാ സാറേ പോലീസുകാരൻ? ഓ, നമ്മുടെ സ്റ്റേഷനിലെ പോലീസുകാരനാ. ഒരു കൈക്കൂലി കേസിൽ 3-4 മാസം സസ്പെൻഷനിലായിരുന്നു. ഇപ്പം സർവീസിലോട്ട് കയറിയതേ ഉള്ളൂ. കേട്ടോ ഇങ്ങനെ നടന്ന് കയറുമ്പോൾ തന്നെ ഒരു സമയമാണ്. എത്തിയോളൂ. ആ, പഠിച്ചേ. ഇതെന്താ പാടും? ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഇവനീ മലയും കുന്നും കയറി വരണമായിരുന്നു. പോയി 3 നോട്ട് എഴുതിക്കിട്ടോ. കണ്ടുപിടിച്ച് കത്തിച്ചതാ. ബാക്കിയെല്ലാം ആണെല്ലാം കടിച്ചു പിടിച്ചിട്ട് പോകും. ഇപ്പം മെനക്കേടല്ല സാറേ, എല്ലാം കത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് സ്പോട്ട് പോസ്റ്റോടെ ചെയ്യേണ്ടി വരുമല്ലോ. ആണെന്നേ, ഈ ഇൻക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ തഹസിൽദാരെ അവരെല്ലാം വിളിച്ചോണ്ട് പോകും. എഴുതിയോളൂ. 302 മർഡർ. ബോഡി ഇൻക്വസ്റ്റ് ചെയ്യാനുള്ള കറക്റ്റ് ലൊക്കേഷൻ ഇതിൽ നോക്കി കണ്ടുപിടിക്കും. നമ്മളിവിടെ നിൽക്കുന്നത് ഇതിനകത്ത് അടയാളപ്പെടുത്തിക്കൊള്ളു. മനസ്സിലായോ? വേഗം പോയിട്ട് പാടും.
എന്തോ. ആരാടാ ആദ്യം ബോഡി കണ്ടേ? ആ സാറേ. എന്താ നിന്റെ പേര്? മണിയൻ. ഇതിനു മുമ്പ് നീയൊക്കെ എപ്പോഴാണ് ഇവിടെ വന്നിട്ട് പോയിട്ടുള്ളത്? 2 ദിവസമായി സാറേ. 2-3 മാസം. ഈ സമയപ്രദേശത്ത് നിങ്ങൾക്കറിയാത്ത ആൾക്കാരോ വാഹനങ്ങളോ വല്ലതും വന്നു പോകുന്നതെല്ലാം കണ്ടായിരുന്നു? ഇമാരൊക്കെ ഏതാടാ? സാറേ ഞങ്ങൾ അടിവാരത്തുള്ളതാ. നിങ്ങളിതിൻ്റെ കൂടെ പോയപ്പോൾ തന്നെ അറിയാത്ത ആൾക്കാരോ വാഹനങ്ങളോ വല്ലതും പോകുന്നുണ്ടായിരുന്നടാ? അന്ന് ഞാൻ ഇല്ല സാറേ, ഞങ്ങളിവിടെ അക്കൂട്ടനെ സാറേ ചെറിയ പ്രശ്നം. എന്ത് പ്രശ്നം? ആ വില്ലേജ് ഓഫീസർ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ അധികാരപരിധിയിൽ പെട്ടതല്ല. താൻ എന്താണ് പറയുന്നത്? ഒന്ന് തെളിച്ച് പറ. ആ വില്ലേജ് ഓഫീസർ പറഞ്ഞത് കറക്റ്റാണ്. ഓടി കിടക്കുന്നത് കാടിൻ്റെ ഈ ഭാഗം ചെറുവള്ളി വില്ലേജ്, ഓടി കിടക്കുന്നത് ചെറുവള്ളി പോലീസ് സ്റ്റേഷൻ്റെ ലിമിറ്റിലാണ്. ഒരു മെനക്കേടായാലും. സാറേ നമുക്ക് പോയാലോ? താനെന്താ വഴി പറയുന്നത്? ഇതിങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റും? നമ്മുടെ നിയമം അനുവദിക്കുമല്ലോ. സാറേ നമ്മൾ എന്ത് ചെയ്യും സാറേ? താനിവിടെ കാവൽ നിൽക്കുക. ഞാൻ ചെറുവള്ളി സ്റ്റേഷൻ ചെന്ന് SIയും പോലീസും വിളിച്ചിട്ട് പറയാം. സാറേ ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കാനോ? അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. താനൊക്കെ പഠിച്ചിട്ടാണ് ജോലി വാങ്ങിയത് അതോ കാശ് കൊടുത്ത് വെച്ചാണ് മേടി? 10-30 വർഷമായില്ലേ സർവീസ് ചെയ്യാൻ. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. എടോ, ഫോട്ടോസും റെക്കോർഡും കളയാൻ സൂക്ഷിച്ച് വെച്ചോണം. അത് കേസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാം. അങ്ങോട്ട് ഇറങ്ങി വിട്ടേടാ. ആ ഓ സാർ. എടോ പാടോ, നമുക്ക് ഇറങ്ങിപ്പോ. ആ കാണും. സാറേ സൂക്ഷിച്ച് നടന്നോടെ, കാല് വഴുതാൻ സാധ്യതയുണ്ട്. കാടിറങ്ങി പോണം. താഴെ ഇറങ്ങി പോണം. സാറേ എട്ടുന്നതിന് മുന്നേ കാടിറങ്ങണം. ഈ സ്ഥലം അത്ര പന്തിയല്ല. പെട്ടെന്ന് പോയി. സാറേ അവര് പോയിട്ട് കുറെ നേരം ആയില്ലേ? രാത്രി ഒരു കാട് കയറി വരുമോ? സാറേ അവര് വരുമോ ഇല്ലയോ എന്ന് അറിയാത്ത സ്ഥിതിക്ക് ഞങ്ങൾ പൊക്കോട്ടെ സാറേ. നിങ്ങൾ പോകരുത്. അതെ സാറേ, ഞങ്ങൾക്ക് വിശക്കുന്നു. അതെ സാറേ, ഞങ്ങൾ കാട് കേട്ട് 3-4 ദിവസമായി. ഞങ്ങൾക്ക് വിശക്കും. ഞങ്ങൾ പോവാ സാറേ. നിങ്ങളല്ലേ ആദ്യം ഈ ബോഡി കണ്ടത്? നിങ്ങൾ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ തലയിലിരിക്കുകയില്ല ഈ കേസ്. ഞാൻ പറയുന്നത് കേട്ടെ, മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാൻ. വേണം നമുക്ക് പോകാം. ഇവിടെ വിശന്നിരിക്കാൻ നമുക്കും പോയോ? സാറേ ഈ കുട്ടി ഞങ്ങളുടെ കളിക്കുന്നത് ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല. ഇവിടെ കിടന്ന് വിശന്ന് വരിക്കാൻ ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾ പോവാ സാറേ. വേണം പോവാ. നിങ്ങൾ പോകരുത്. അതെന്നാ സാറേ പറഞ്ഞേ? ഞങ്ങൾ 2 ദിവസമായി ആഹാരം കഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഭക്ഷണം വേണം, അത്രയല്ല ഉള്ളൂ. ഇതിൻ്റെ അകത്തുനിന്ന് ആവശ്യമുള്ള പൈസ എടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം വേണം. ഇറച്ചിയോ മീനോ മുറുക്കാനോ വേണമെങ്കിൽ 2 കുപ്പി മദ്യവും വേണം. നിൽക്കെ ആരെങ്കിലും ഒരാൾ പോകും. പോയിട്ട് വേണം. അതെ, ആരെങ്കിലും ഒരാൾ പോയിട്ടോ. പോയിട്ട് ശരി പോയിട്ട് 10 പിടിക്കും. കൂടുതൽ രസം. അവൻ പോയിട്ട് കുറെ നേരമായല്ലോ, അവനെ കാണുന്നില്ലല്ലോ. അവനിപ്പോ വരും. അടിവാരത്തുനിന്ന് ഭക്ഷണം മേടിച്ചോണ്ട് കാട് കയറി വരണ്ടേ? നിങ്ങൾ എപ്പോഴാ കാട് കയറിയത്? കാട് കേട്ട് 3-4 ദിവസമായി സാറേ. ഇതെല്ലാം കൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് വേണം അവിടെ നിന്ന് ചന്തയിലോട്ട് പോയത്. ഇത് കൊടുത്താൽ എത്ര രൂപ കിട്ടും? ഒരു 500-600 കിട്ടും സാറേ. ചിലവാ സാറേ. പിന്നെ കാരണവന്മാർ മുതൽ തുടങ്ങിയ പണിയായോണ്ടോ നമ്മളിത് ഉപേക്ഷിക്കാത്തത്. അമ്മാര് വന്നല്ലോ. 3 പേരുണ്ടല്ലോ. അമ്മാരാണ്. ഓ, കാട് കയറി ഒറ്റയ്ക്ക് വരണ്ടേ? അത് ഇമാരെ കൂട്ടി. ഇവന്മാര് ബന്ധമായിട്ടാണോ വരുന്നത്? ഇവരുടെ കയ്യിൽ പെട്രോൾ പൈസ ഒന്നുമില്ലേ? പെട്രോൾ പൈസ ആര് തരാനാ സാറേ? പെട്രോളിന്റെ കാശ് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലല്ലോ. അണ്ണാ ആ പോലീസുകാർ ഇനി വരും തോന്നണില്ല. ദേഷ്യപ്പെട്ടല്ലേ താഴത്തേക്ക് ഇറങ്ങി പോയത്. അതെന്തെങ്കിലും വേണ്ടേ? നല്ല പോത്തിറച്ചി നിങ്ങൾ 2 പേരും മീനെ പിടിക്കാൻ പോയിട്ട് മീനെ കിട്ടിയോ? മീൻ കിട്ടിയില്ല, പക്ഷെ നല്ല പോത്തിറച്ചിയും കള്ളും. ഭക്ഷണം വന്നു കഴിച്ചാലോ? നമുക്ക് കഴിച്ചേക്കാം സാറേ ആഹാരം ഇവിടെ നിന്ന് കഴിക്കണം. അതിനെന്താ കഴിച്ചേക്കാവുന്നേ? സാറേ അവിടെ കത്തിക്കരിഞ്ഞ് കിടക്കും. അപ്പോഴത്തെ പാറ ഇടണം. അപ്പോൾ അവിടെ പോയി കഴിച്ചാലോ? ഇല്ലില്ല, എനിക്കിത് ഇട്ടേച്ച് വരാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. അല്ല സാറേ, അതവിടെ കിടന്നോട്ടെ, നമുക്ക് പോയി കഴിച്ചിട്ട് വന്നൂടെ? ഇത് മനുഷ്യന്റെ ആണെന്ന് തെളിയിക്കാനുള്ള പ്രധാന തെളിവ് ഈ തലയാണ്.
ഈ തല എന്തേലും കടിച്ചു പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ പണി പോയി കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞത്. എന്നാ സാർ ഇവിടെ നിൽക്കേ, ഞങ്ങൾ പോകുക. വാടാ. അതെ. എടേ പോവല്ലേ, അവിടെ നിൽക്കേ. എന്തോ സാറി കാണിക്കുന്നേ? സാറേ ഒന്നും കൊണ്ടും പേടിക്കണ്ട. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനും എൻ്റെ പിള്ളേർ നോക്കിക്കോളാം. സാർ ഉറങ്ങിക്കോ കേട്ടോ. ഞാനൊന്ന് മയങ്ങുക. ഉറങ്ങിയോടെ. എന്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്? സാറേ അതാ മുള്ളനാ സാറേ. മുള്ളനോ? സാറേ മുള്ളൻ പന്നിയായിരിക്കും. ആ ശവം തിന്നാൻ വന്നതായിരിക്കും. ഇതിൻ്റെ പൊക്കോളും സാറ് കിടക്കാൻ പോകും. എന്താണ് ഒരു പിന്നെയും ശബ്ദം കേൾക്കുന്നത്? സാറേ അത് മലവണ്ടായിരിക്കും. മലമുണ്ടോ? അത് ഒന്നും ചെയ്യത്തൊന്നും കുത്തൊന്നുമില്ല. അതങ്ങ് പറന്ന് പൊക്കോളും. സാറ് പേടിക്കാൻ. സാറ് കിടന്ന് ഉറങ്ങാൻ നോക്കി. അപ്പൊ ഞാനോ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ശവം നേരിട്ട് കാണുന്നു. മാംസമൊക്കെ കത്തിയതും കരിഞ്ഞതും ഉണങ്ങിയതും എന്നോട് കാലോട് നിൽക്കണമെന്ന് പറഞ്ഞാല് അതിനാ പോലീസിൽ നമ്മളെ വിടണ്ടേ? എന്തൊക്കെയാ പറഞ്ഞു? ആ കൊലക്കുറ്റി നമ്മുടെ തലയിൽ വരുമെന്ന്. പക്ഷേ നാളെ കൊലക്കുറ്റി നമ്മൾ അടക്കി വരുമോ? അങ്ങനെ വരാൻ സാധ്യതയില്ല. ആ പോലീസുകാർ നമ്മളെ പെട്ടിയെടുത്താൻ വേണ്ടി വെറുതെ പറഞ്ഞു. എന്നാലും ആ പോലീസുകാരനെ സമ്മതിക്കണം. നമ്മൾ അത്രയും പറഞ്ഞിട്ടും ആ പോലീസുകാരനെ തലയോട്ടി എടുത്തോണ്ട് വന്നില്ലേ? തലയോട്ടിയോ? തലയാണത്. കണ്ട് മൂക്കും കരിഞ്ഞ മുടിയുള്ള തല. ഇതിലെന്തോ ഒരു ദുരൂഹത ഉണ്ട്, അതുറപ്പാ. ആ പോലീസുകാരൻ പറഞ്ഞ പോലെ ഇത്രയും വലിയ കാട്ടിക്ക് കൊണ്ട് ഈ ശവം കത്തിക്കണമെങ്കിൽ അവൻ നിസ്സാരക്കാരനായിരിക്കത്തില്ല.